ആ ഉപ്പാ നിങ്ങളെന്താ വിളിച്ചു പറയാനൊന്നും ചെയ്യാണ്ടോണ്ട് പോകുന്നു? ഇല്ല, വിളിച്ചു പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് വണ്ടി ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ വന്നാണ്. എന്നാ വാ കത്തരാ വരി ഇരിക്കിപ്പാ. എന്താ വിളിക്കും പറയൊന്നും ചെയ്യാണ്ട് പോ നിക്കണത്? ഞാനേ പെട്ടെന്ന് ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. അല്ല അമ്മക്ക് എന്താ പറ്റി? ഉമ്മാക്ക് തീരെ സുഖമില്ല, അവിടെ അഡ്മിറ്റ് ചെയ്തൊക്കെയാണ്. അഡ്മിറ്റ് ചെയ്യേ? അപ്പൊ ഒരു കുഴപ്പമുണ്ടായില്ല, പെട്ടെന്ന് എന്താ പറ്റി? ഒന്നുമില്ല, പെട്ടെന്ന് ഒരു തളർച്ച മാതിരി. അപ്പൊ മരുന്നിനൊക്കെ എഴുതി വന്നപ്പോ ഇന്ത്യയിലാണെങ്കിൽ ഒന്നും പൈസ ഇല്ലേനു. ആകെ ഇതായിട്ട് ഞാൻ ഇപ്പൊ വരാറിഞ്ഞിട്ടുണ്ട് പോന്നൊക്കെയാണ്. പൈസ എന്തേലും എന്റെ കയ്യിൽ ഒന്നും ഇല്ലേനു. അപ്പൊ അങ്ങനെ പോന്നാണ് ഞാൻ. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇത് കൊണ്ടിട്ടേ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ആകെ എന്തായാലും ചെയ്യാം. അത് കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ, ഇതൊന്നും ആവശ്യമില്ല. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇത് നിങ്ങൾ കൊണ്ടിട്ടേ പണം വെച്ച് ഇപ്പത്തെ കാര്യം വേണ്ടി ബാക്കി ഞാൻ ഇക്കാണ്ട് പറഞ്ഞെടുപ്പിച്ചോളാം. മുപ്പരാളാണെങ്കിൽ ഇവിടെ ഇല്ലേ, മുപ്പരാള് മിഞ്ഞാന്ന് മൈസൂർക്ക് പോയതാ. വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടല്ലേ. നിങ്ങളിത് കൊണ്ടുപോയിട്ടേ ഇത് ചെയ്തിട്ട് പണയം വെച്ചിട്ട് ഇപ്പത്തെ കാര്യം നടിക്കോളി. ബാക്കി ഞാൻ എന്താന്ന് വെച്ചാൽ ഇനി കാലക്കൂടെ എടുപ്പിച്ചോളാം കേട്ടോ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന തുള്ളി വെള്ളം എടുത്തിട്ട് വരട്ടാ. ഇവിടെ ഇരിക്കിപ്പാ. ഇയാളെ എന്തോ ഒരു ചൂടാണ് പഠിച്ച റബ്ബേ. ആരാപ്പത് എപ്പഴ നിങ്ങള് വന്ന്? അന്നത്തെ പൊറുതി നിങ്ങളെ മടിയിൽ വീണതാണത്. എത്തത് ബാളെ ഇതിപ്പോ എവിടുന്നത്? നിങ്ങള് എപ്പ വന്ന് ഓടി അതിന്റെ ഉള്ളില്? ഇത് ഇവിടുന്ന് കട്ടതാണല്ലോ നിങ്ങള്. എടിയേ സുലോ, അന്റെ ബാപ്പടി 2-3 പവന്റെ ഈ വള കട്ടെടുത്തിക്കണ്. പടച്ച റബ്ബേ, വല്ലാത്തൊരു കരിങ്കള്ളം തന്നെയാണ് ഇതിട്ടാ. എന്താ ബുദ്ധിമുട്ടാക്കടി? ഇതിപ്പോ ഇവിടെ വന്നവരെ കട്ടതാണ്. എനിക്കറിയോ ഈ വളത്തെ എവിടുത്തെ ഇവിടുന്ന് കട്ടതല്ലത്? കള്ളന് പറ്റാത്തൊരു കരിങ്കള്ളം തന്നെയാണ്. ഇത് മുണ്ടാവുന്ന ചെറിയത് എന്താ കാട്ടണ്ടിന്നുള്ളത്. വിളിച്ചാടി പോലീസിനെ. മുണ്ടാതെ നിക്കത്ത് ഞാൻ എന്താ ചെച്ചടി ഞാൻ കാട്ടിത്തരാം. എനിക്കറിയാം എന്താ ചെച്ചടി എന്നുള്ളത്. മുണ്ടാന്ന് നാളെ വാപ്പാനെ കാക്കാൻ പ്രേരിപ്പിച്ച കൊടുക്കടി. മാപ്പി ഇജും കൂടി ഒത്തുകളിയാണെന്നില്ലേ, ഒത്തുകളിയാണെന്നില്ലേ? ഇതിപ്പോ ഇവിടെ ബഹളേ. ഇത് കണ്ട ഈ തന്ത ഇവിടെ വന്ന് കട്ടെടുത്തതാണ് ഈ വള. കണ്ടേ കണ്ടാ? ഇപ്പൊ ഒരു പവന് എന്ത് വില? അതിന് 3 പവനൊക്കെ ഉള്ള വളയാണ് ഇജ്ജ് ഉണ്ടാക്കണം. ഇത് നോക്കണ്ടത്. ഇത് കണ്ടാ എന്താ സംഭവം? എന്താണ് സംഗതി? എന്താ മോളെ, അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് വള വേണ്ട, വല്ല പൈസ എന്തെങ്കിലും മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കല്ലേ വള പറഞ്ഞല്ലേ. ഉമ്മ ഉണ്ട് എടപ്പാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട്, ഉമ്മാക്ക് വയ്യാഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ ഒന്ന് പൈസ വെച്ചപ്പോ നിങ്ങള് വന്നിണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാന് ഈ വള കൊണ്ടുപോയിട്ടേ പണയം വെച്ചിട്ട് എടുത്തോളും, പിന്നെ നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചാ മതിയല്ലോ. എന്റെ അടുത്താണെങ്കിൽ പൈസ ഇല്ല, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങോട്ട് പുറത്തേക്ക് കേൾക്കുന്നുണ്ട് ഇവിടുന്നുള്ള അലർച്ച. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇത് ഒന്നാമത് ഓളുടെ വളയില്ലേ, ഓളുടെ വള ഓളെ വാപ്പാക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ നഷ്ടം? ഒരാളെ ഞങ്ങളുടെ അവഹേളിക്കല, കള്ളൻ കിള്ളന്നൊക്കെ വിളിച്ചിട്ട്. വാക്ക് ഉപയോഗിക്കുമ്പോണ്ടല്ലേ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടമ്മ. പറഞ്ഞില്ല വേണ്ട. നിങ്ങൾ ഈ എടുത്തുചാട്ടം എല്ലാ കാര്യത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ഈ എടുത്തുചാട്ടം അല്ല, ആൾക്കാർ കേൾക്കലല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ നമ്മൾ ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല വെച്ചെങ്കിൽ എന്തൊക്കെ പൊന്നാ മനുഷ്യനപ്പ. അതൊരു സാധു മനുഷ്യനായതുകൊണ്ടല്ലോ ഇതുവരെ. അല്ല, സംഗതിയൊക്കെ ശരി തന്നെയാണ്. നമ്മളൊരു കാര്യം എന്തെങ്കിലും അതിലേക്ക് ഇറങ്ങുമ്പോഴേ ആദ്യം ഒന്ന് ആലോചിക്കണം, വീണ്ടും വിചാരം വേണം. അല്ലാണ്ട് എടുത്തോണ്ട് ചാടലല്ല. ചാടാൻ എളുപ്പമാണ് കയറ്റിലേക്ക്, ഇങ്ങോട്ട് കയറാൻ വലിയ പാടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് ഈ എടുത്തുചാട്ടം. എന്തൊരവസ്ഥയുണ്ട്. ഓള വളയാണ്, ഓളപ്പോ ഒട്ട വളയുന്നേ ഇല്ല. അപ്പൊ ഇനി അല്ലാച്ചെങ്കിൽ എന്താണ്? ഉമ്മക്ക് വയ്യാറ്റല്ലേ, അവിടെ പൈസ ഇല്ല. അപ്പൊ അത് ചിലപ്പോ കൊണ്ടുപോയിട്ട് വല്ല പണയം വെക്കി ഇത് വിറ്റാലും കുഴപ്പമില്ല. കണ്ടു വിറ്റാളെ എന്ത് സാരില്ല. ഒരാളെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങള്. എന്താണ് മങ്ങൾ ഇങ്ങനെ ഒന്ന് പൊരുത്തപ്പെടാൻ പറയും ഇവരോട്. നിങ്ങൾ പൊരുത്തപ്പെട്ടാളി. ഞാൻ വിചാരിച്ചതേ ആയിക്കോട്ടെ, ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടും. അതുപോലെ ആവില്ല. തിരിച്ചു വരാം. ഹോസ്പിറ്റലാണ്.